കോൺഗ്രസ് നേതാവും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ US സന്ദർശനം വിവാദമാക്കുകയാണ് BJP. അതിൽ ആദ്യത്തെ വിവാദം അദ്ദേഹത്തിന്റെ പരാമർശം തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ സിഖ് പരാമർശം വലിയ വിവാദങ്ങളിലേക്കും പ്രതിഷേധങ്ങളിലേക്കുമാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ സിഖ് പരാമർശം കാരണം ജൻപത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് BJP നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. വിദേശത്ത് പോയാൽ രാജ്യത്തെ അപമാനിക്കുന്നത് രാഹുൽ ഗാന്ധി പതിവാക്കുന്നുവെന്ന് വിമർശിച്ച് അമിത്ഷായും രംഗത്തെത്തിയിരുന്നു. ഇന്ത്യയിൽ സിഖുകാർക്ക് ടർബൻ ധരിക്കാനും ഗുരുദ്വാരയിൽ പോകാനും പരിമിതികളുണ്ടെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശമാണ് വിവാദത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സിഖ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടത്തിലാണെന്ന് തോന്നിയ ചരിത്രത്തിലെ ഒരേയൊരു സന്ദർഭം രാഹുൽ ഗാന്ധിയുടെ കുടുംബം അധികാരത്തിലിരുന്നപ്പോഴാണെന്ന് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയും പ്രതികരിച്ചിരുന്നു. വാഷിംഗ്ടൺ DC-യിലെ വിജ്നിയയിൽ നടന്ന ഇന്ത്യൻ വംശജരായ അമേരിക്കക്കാർ പങ്കെടുത്ത യോഗത്തിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ ചൊല്ലിയാണ് വിവാദം. അതേസമയം 4 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് പോയത്. RSS രാജ്യത്തെ ചില മത സാമുദായിക വിഭാഗങ്ങളെയും വിവിധ ഭാഷകളെയും മറ്റു ചിലർക്ക് ഭീഷണി എന്ന നിലയിലാണ് കാണുന്നതെന്നും ഇതിനെതിരെയാണ് രാജ്യത്തെ പോരാട്ടമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സിഖുകാർക്ക് ടർബൻ ധരിക്കാനാകുമോ ഇല്ലയോ എന്നുള്ളതും സിഖുകാരെന്ന നിലയിൽ ഗുരുദ്വാര സന്ദർശിക്കാൻ കഴിയുമോ എന്നതും ഇത് മറ്റ് മതവിഭാഗങ്ങളിലെ വിശ്വാസികൾക്കും സാധ്യമാകുമോ എന്നതുമാണ് ഇന്ത്യയിലെ പോരാട്ടത്തിന്റെ കാരണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അതേസമയം രാഹുൽ ഗാന്ധിക്കെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, NIA ഡയറക്ടർ ജനറൽ, ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുകയാണ് അഭിഭാഷകനായ വിനീത് ജിൻഡാൽ. അദ്ദേഹത്തിന്റെ പ്രതിഷേധമാണ് ഇതിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. സെപ്റ്റംബർ 9-ന് രാഹുൽ ഗാന്ധി US സന്ദർശന വേളയിൽ നടത്തിയ സിഖുകാരെ കുറിച്ചുള്ള പരാമർശത്തെ തുടർന്നാണ് സുപ്രീം കോടതി അഭിഭാഷകനായ വിനീത് ജിൻഡാൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ അമേരിക്കയിൽ നടത്തിയ പരാമർശം സൃഷ്ടിച്ച വിവാദത്തിനിടയിലാണ് പരാതിയുമായി അഭിഭാഷകൻ എത്തുന്നത്. പാർലമെന്റ് അംഗവും ലോക്സഭാ നേതാവുമായ രാഹുൽ ഗാന്ധി US സന്ദർശനത്തിലാണ്. അദ്ദേഹം തുടർച്ചയായി ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്നുവെന്ന് അഭിഭാഷകൻ പറഞ്ഞു. രാഹുൽ ഗാന്ധി സിഖുകാരെ പ്രേരിപ്പിക്കാൻ ശ്രമിച്ചത് ശരിയായില്ല. ഒരു സിഖുകാരനെയും ഗുരുദ്വാര സന്ദർശിക്കാനോ തലപ്പാവ് ധരിക്കാനോ തടഞ്ഞ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ്. കേന്ദ്ര സർക്കാരിനെ ആക്രമിക്കുന്നതിനു പകരം രാഹുൽ ഗാന്ധി സ്വന്തം രാജ്യത്തെ അപകീർത്തിപ്പെടുത്തുന്നത് എങ്ങനെയെന്നത് നേരത്തെയും തങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. USA-യിൽ പര്യടനം നടത്തുന്ന രാഹുൽ ഗാന്ധിക്കെതിരെ ഔപചാരികമായി പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനു പുറമെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, NIA, ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവർക്കും സുപ്രീം കോടതി അഭിഭാഷകനായ വിനീത് ജിൻഡാൽ പരാതി നൽകിയിട്ടുണ്ട്. തെറ്റായ പ്രസ്താവനകൾ നടത്തിയതിന് കേസ് രജിസ്റ്റർ ചെയ്യാൻ എല്ലാവരോടും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പാസ്പോർട്ട് റദ്ദാക്കാനും താൻ അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ഇതുകൂടാതെ വർഗീയ വിദ്വേഷം ഉണർത്താനും ഇന്ത്യൻ സർക്കാരിനെ തകർക്കാനും ഉദ്ദേശിച്ചുള്ള പ്രസ്താവനകൾക്ക് BNS-ന്റെ സെക്ഷൻ 152, 196, 299, 353 എന്നിവ പ്രകാരം രാഹുൽ ഗാന്ധിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചിരിക്കുകയാണ്. അതേസമയം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ US സന്ദർശനത്തിൽ മറ്റൊരു വിവാദം കൂടി BJP ഉയർത്തിക്കാട്ടുന്നുണ്ട്. US കോൺഗ്രസ് അംഗങ്ങളുമായി രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിൽ ഡെമോക്രാറ്റിക് പാർട്ടി നേതാവും മിനസോട്ടയിൽ നിന്നുള്ള കോൺഗ്രസ് അംഗവുമായ ഇൽഹാൻ ഒമർ ഇന്ത്യ വിരുദ്ധയാണെന്നാണ് BJP നേതാക്കളുടെ ആരോപണം. രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരാനുള്ള തീവ്ര ശ്രമത്തിലാണെന്നും അതിന്റെ ഭാഗമായാണ് അദ്ദേഹം ഇസ്ലാമിസ്റ്റായ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നും BJP ദേശീയ വക്താവായ സഞ്ജു വർമ്മ ആരോപിക്കുകയുണ്ടായി. ഇൽഹാൻ ഇന്ത്യ വിരുദ്ധയും തീവ്ര ഇസ്ലാമിസ്റ്റും ആസാദ് കാശ്മീരിന്റെ വക്താവുമാണെന്നായിരുന്നു BJP വക്താവായ അമിത് മാളവിയുടെ ആരോപണം. ഇത്തരം കൂടിക്കാഴ്ചകളിൽ BJP നേതാക്കൾ പോലും ജാഗ്രത പാലിക്കാറുണ്ടെന്നും കോൺഗ്രസ് ഇന്ത്യക്കെതിരെ പരസ്യമായി പ്രതികരിക്കുകയാണെന്നും മാളവ്യ ആരോപിക്കുകയുണ്ടായി. ഇന്ത്യയിൽ മുസ്ലിമുകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ ഇൽഹാൻ ഒമർ നേരത്തെ തന്നെ വിമർശനം ഉന്നയിച്ചിരുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ US കോൺഗ്രസിലെ പ്രസംഗം അവർ ബഹിഷ്കരിക്കുകയും ചെയ്തിരുന്നു. ഗസയിലെ വംശഹത്യക്കെതിരെ US കോൺഗ്രസിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഇൽഹാൻ കടുത്ത ഇസ്രയേൽ വിരുദ്ധ കൂടിയാണ്. സൊമാലിയൻ വംശജിയായ ഇൽഹാൻ ഒമർ US കോൺഗ്രസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുസ്ലിം വനിത കൂടിയാണ്.